പേടി അതല്ലായിരുന്നു. സുരേഷ് ഗോപി കയറി നിസ്കരിച്ച് കളയുമെന്ന് പേടിച്ചു. പള്ളിക്കകത്ത് കയറി അഭിനയം ഭയങ്കരമാണ്. കാരണം നോമ്പ് കഞ്ഞി ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന കണക്ക് തള്ളവരിലിട്ട് നക്കിത്തിൻ. നോമ്പ് കഞ്ഞി ആണെങ്കിൽ ഒരു പാത്രം കൂടെ ചോദിച്ചാൽ ഇഷ്ടം പോലെ കൊടുക്കത്തില്ലയോ? നമ്മളൊക്കെ ചോദിക്കുമ്പോൾ 5ഉം 6ഉം പാത്രമാണ് കുടിക്കുന്നത്. ഏതാ ഇത് പകലും കൂടെ ഒന്നുണ്ട് കുടിച്ച് കിടന്നിട്ട് വൈകിട്ട് ഈ നോമ്പ് കഞ്ഞി കണ്ടപ്പം ജീവിതത്തിൽ കഞ്ഞി കാണാൻ തണക്ക് തള്ളവരലിൽ നക്കി. ഞാൻ ഈ പറഞ്ഞ ഗണേഷ് കുമാറിനോട് ചോദിക്കുകയാണ്, ഇന്ന് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു മന്ത്രി കറപ്ഷന് വേണ്ടിയിട്ട് ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഗണേഷ് കുമാറെ നിങ്ങളുടെ അച്ഛനായിരുന്നത്. അസംബ്ലി കയറിയതുകൊണ്ട് കേരളം പഞ്ചാബാക്കും എന്ന് പറഞ്ഞതിന്റെ പേരിൽ മന്ത്രിയായിരുന്ന അദ്ദേഹത്തിനോട് രാജിവെക്കാൻ പറഞ്ഞ് രാജിവെച്ച് പോകേണ്ടി വന്ന ഗതികേടുണ്ടായിട്ടുള്ള മകന്റെ അച്ഛന്റെ മകനാണ്. വെറുതെ നമ്മൾ ഈ കപ്പേട്ടിനകത്ത് സ്കെൽട്ടം വെച്ചുകൊണ്ട് പറയരുത് ഞാൻ വളരെ ക്ലീനാണ്, എന്റെ കൈകൾ ശുദ്ധമാണ്. നോ. ഗണേഷ് കുമാറിനോട് ചോദിക്കട്ടെ, എന്റെ അനിയൻ സുരേഷ് ആരുടെയും വീട്ടിൽ കയറി ചെന്നിട്ട് ആരുടെയും ഭാര്യയെ കയറി പിടിച്ചിട്ട് അവരുടെ ഭർത്താവ് വന്ന് മൂക്കടിച്ച് ചമ്മന്തിയൊക്കെ ഇട്ട് സെൽഫി എടുത്ത് ഫേസ്ബുക്കിലിട്ടുള്ള ഗതികേട് എന്റെ അനിയൻ സുരേഷ് ഗോപിക്ക് ഉണ്ടായിട്ടില്ല. എന്തായാലും ഗണേഷ് കുമാർ മേജർ രവിയുടെ കയ്യിൽ നിന്ന് ഇരന്ന് വാങ്ങിയിട്ടുണ്ട്. അതിലൊരു ഡൗട്ടും കാര്യങ്ങളും ഒന്നുമില്ല. ചുമ്മാ ഇരുന്ന സുരേഷ് ഗോപിയാണ് ഗണേശ് ചൊറിഞ്ഞത്. അതിന് പകരം മേജർ രവി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്ത് മതിയായിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്.